പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. മാർക്ക് ചാപ്റ്റർ 2 വേഴ്സ് 17b. I came not to call the righteous but the sinners. I came not to call the righteous. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോർജ്. ഞാൻ തൃശ്ശൂർ അതിരൂപത പൂമല ഇടവകയിൽ നിന്നും വരുന്നു. തൃശ്ശൂർ അതിരൂപതയിലെ പൂമല ഇടവക. എനിക്ക് 35 വർഷമായിട്ടുണ്ടായിരുന്ന പുകവലി ഞാൻ 2013 ജൂൺ 30-ാം തീയതി ഇവിടെ വന്ന് ധ്യാനം കൂടിയതിന് ശേഷം അത് സ്വയം നിന്നുപോയി. എത്ര വർഷമായിട്ടുള്ള പുകവലിയ? 35 വർഷമായിട്ട്. 35 വർഷത്തോളമായ പുകവലിയുടെ ആ ഒരു ആധിപത്യം കർത്താവ് ആ ധ്യാനത്തിൽ വെച്ച് അങ്ങോട്ട് കഴുകിക്കളഞ്ഞ് അങ്ങോട്ട് സുഖപ്പെടുത്തി. പിന്നെ പുകവലിച്ചിട്ടില്ല അതുവരെ. അതിനുശേഷം ഇതുവരെ പുകവലിക്കണമെന്ന് തോന്നിയിട്ടില്ല. പുകവലി 35 വർഷം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഒരു ചെറുപ്പത്തിലൊക്കെ അല്ലേ, സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിലൊക്കെ ആയപ്പോൾ സ്കൂളിലെ തന്നെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ടുള്ള പുകവലി ശീലമാണ് ഈശോ ധ്യാനത്തിൽ വെച്ച്. പിന്നെ തോന്നണില്ല, പുകവലിക്കാൻ തോന്നണില്ല. അതുപോലെ അങ്ങോട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിച്ച്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജോർജിയുടെ അനുഭവം കണ്ടോ? 35 വർഷം വ്യക്തിപരമായ എത്രയോ ടെക്നിക്കുകൾ നോക്കിക്കാണും ഈ പുകവലി നിർത്താൻ. കല്യാണം കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചാണ് ഇനി ഒരു പുതിയ ജീവിതം, ഇനി പുകവലി വേണ്ട. ആ ഭാര്യ എത്രയോ വിധത്തിലുള്ള ടെക്നിക്കുകൾ നോക്കിക്കാണും പുകവലി നിർത്താൻ. ആ മാതാപിതാക്കന്മാർ എത്രയോ, എൻ്റെ മകൻ പുകവലി തുടങ്ങി എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ആ പുകവലിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എത്രയോ നോക്കിക്കാണും. ആർക്കും രക്ഷിക്കാൻ പറ്റാതെ 35 വർഷം പുകവലിയിൽ നഷ്ടപ്പെട്ടു പോയ ഒരാത്മാവാണത്. എന്നാൽ ഒരു നാൾ പിതാവായ ദൈവം കൃപ കൊടുത്തു. യേശു ക്രിസ്തുവിനെ ഹൃദയം നൊന്ത് വിളിച്ച്, യേശുവേ ദൈവപുത്ര കരഞ്ഞ് നിലവിളിച്ചു. അന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ ദൈവ പൈതൽ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചു. ആ ഒരു കാര്യമാണ് നമ്മളോട് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. യേശു ലോകത്തിലേക്ക് വന്നത് പാപികളെ വിളിക്കാൻ വേണ്ടിയാണ്. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുലിഖിതം. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. സമയം സമാഗതമാ, സകലരും അനുദപിക്കാം. കർത്താവേ, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. സമയം സമാഗതമാ, എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. സകലരും അനുദപിക്കാം. യേശുവേ, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. അനുതാപിയെ യേശുവേ, ചേർത്തണയ്ക്കാൻ ദാവീദിന്റെ പുത്ര, ഒരുക്കിടുവാൻ എന്റെ രക്ഷിതാവേ, നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവേ, ഓ യേശുവേ, രക്ഷകനേ, ദാവീദിന്റെ പുത്ര യേശുവേ, ഞങ്ങളുടെ തകർന്ന അവസ്ഥയിലേക്ക് വരണമേ, പാപത്തിന്റെ അവസ്ഥയിലേക്ക് വരണമേ, രോഗത്തിന്റെ അവസ്ഥയിലേക്ക് വരണമേ, ദുഃഖത്തിന്റെ അവസ്ഥയിലേക്ക് വരണമേ, രക്ഷിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം തിരുലിഖിതത്തിന്റെ അവസാന ഭാഗം. നീതിമാന്മാരെ അല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. പാപികളെ വിളിക്കാൻ വന്ന യേശു, ജീസസ് ഹു came to call the sinners. പാപിയായ എന്നെ വിളിക്കാൻ വന്ന യേശു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ നിത്യനാശം, എൻ്റെ ആത്മനാശം മുന്നിൽ കണ്ട
എൻ്റെ ഞാൻ നിത്യ നരകത്തിൽ വെന്ത് നശിക്കുന്നത് കണ്ട ആ ദിനം കാണുന്ന ആ മുഹൂർത്തം, ആ നിമിഷം കാണണ്ട എൻ്റെ സ്വർഗസ്വനായ പിതാവ് അതിനു മുമ്പേ ആ നിത്യാഗ്നിയിൽ ഞാൻ വെന്ത് നശിക്കാതിരിക്കാൻ എന്നെ വിളിക്കാൻ യേശുവിനെ വിട്ടു. യേശു ഈ ഭൂമിയിലേക്ക് വന്നു പാപിയായി എന്നെ വിളിക്കാൻ, പാപികളെ വിളിക്കാൻ. ഇത് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു നാൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപികളെ വിളിക്കാൻ വന്ന യേശു. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ദൈവവചന ഭാഗം പരിശുദ്ധാത്മാവ് എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവന്നു. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 19 അധ്യായം 1 മുതൽ 29 വരെയുള്ള തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 19 വേഴ്സസ് 1 to 29. ഒന്നാമത്തെ വാക്യം, വേഴ്സ് 1. വൈകുന്നേരമായപ്പോൾ 2 ദൂതന്മാർ സോദോമിൽ ചെന്നു. ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റെ താണു വണങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൊദോം ഗൊമോറ പട്ടണമാണ് പശ്ചാത്തലം. ലോത്തും ലോത്തിൻ്റെ കുടുംബവും എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വീട് വെച്ചും കല്യാണം കഴിപ്പിച്ചും കഴിച്ചും വെത്തച്ചും കൊയ്തും ഒക്കെ അങ്ങനെ കഴിഞ്ഞു പോരുകയാണ്. എല്ലാവർക്കും സമൃദ്ധി, നല്ല റോഡുകൾ, വീടുകൾ എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒരപകടവും തോന്നുന്നില്ല. ഈ സമയത്താണ് 2 ദൈവദൂതന്മാർ ലോത്തിൻ്റെ വീടിൻ്റെ പടിവാതിൽക്കലേക്ക് എത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ആ പട്ടണത്തിൽ അനേകം വീടുകളുണ്ടായിരുന്നു. ഈ വീടുകളുടെ ഇടയിൽ കൂടെ ഈ ദൂതന്മാർ ലോത്തിൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി. ലോത്ത് അവരെ കണ്ടു. ലോത്ത് എഴുന്നേറ്റ് നിന്ന് നിലം പറ്റെ താണു വണങ്ങി അവരെ വെൽക്കം ചെയ്തു. 15-ാമത്തെ വാക്യം, നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കളെ 2 പേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. ജെനസിസ് ചാപ്റ്റർ 19 വേഴ്സ് 15. When morning dawned, the angels urged Lot, saying, Arise, take your wife and your 2 daughters who are here, lest you be consumed in the punishment of the city. തലേ രാത്രി ദൂതന്മാർ ലോത്തിന് ഒരു വലിയ ദൈവത്തിൻ്റെ ചിന്തയുടെ ചിത്രം പകർന്നു കൊടുത്തു. ഈ പട്ടണങ്ങളെല്ലാം അഗ്നിയും ഗന്ധകവും ഇറങ്ങി ദഹിപ്പിക്കപ്പെടുമെന്നും ഇത് വെന്തു വെണ്ണീറായി പോകുമെന്നും ദൂതന്മാർ ലോത്തിനെ വിവരം ധരിപ്പിച്ചു. എന്നിട്ടും പ്രഭാതമായപ്പോൾ ലോത്തിനോട് പറയുകയാണ്, എഴുന്നേൽക്കുക, നിന്റെ ഭാര്യയെ കൂട്ടുക, 2 മക്കളെയും കൂട്ടുക, വേഗം ഈ പട്ടണം വിട്ടുപോവുക, അല്ലെങ്കിൽ ഈ പട്ടണത്തോടൊപ്പം നിങ്ങളും വെന്തു നശിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോത്തിന് കുറച്ചൊക്കെ മടി. ഇത്രയും അധ്വാനിച്ചതെല്ലാം ഇട്ടിട്ട് ഇത്രയും കാലം കൂടെ കൊണ്ട് നടന്ന ഇവിടുത്തെ സ്വപ്നങ്ങളും ഇവിടുത്തെ സമ്പാദ്യങ്ങളും ഇവിടുത്തെ എല്ലാ അധ്വാനങ്ങളും ഇവിടുത്തെ വയലുകളും ഇവിടുത്തെ കൃഷികളും ഇതെല്ലാം ഇട്ട്, ഇപ്പോഴുള്ള ഈ പൊസഷൻസ് എല്ലാം ഇട്ട്, ഇപ്പോഴുള്ള ഈ ചുറ്റുപാടുകളെല്ലാം ഇട്ട് ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഇട്ട് വിട്ട് മാറിപ്പോവുക എന്നുള്ളത് ലോത്തിന് അത്ര പെട്ടെന്ന് അങ്ങോട്ട് സന്തോഷകരമായില്ല. അതുകൊണ്ട് മടിച്ച് നിൽക്കുകയാണ്. മടിച്ച് നിൽക്കുക. പോകണമെന്നുണ്ട്, നിൽക്കണമെന്നുണ്ട്. ധ്യാനം കൂടുമ്പോൾ പലരുടെ സ്ഥിതി അങ്ങനെയാണ്. പാപം മനസ്സിലായി കഴിഞ്ഞാൽ ഈ പാപത്തെ വിട്ടുപേക്ഷിക്കണമെന്നുണ്ട്, എന്നാൽ അങ്ങനെ പെട്ടെന്ന് വിടാനൊരു ചില കണ്ട് കഴിഞ്ഞിട്ട് പോരെ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോരെ, ഇപ്പം വിടണോ, ഇങ്ങനത്തെ ഒരു ചിന്ത. മടിച്ച് നിൽക്കുക. ലോത്ത് അങ്ങനെ മടിച്ച് നിന്നു. അതാണ് 16-ാമത്തെ വാക്യം, ഉൽപ്പത്തിയുടെ പുസ്തകം 19:16. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവ് അവനോട് കരുണ തോന്നിയത് കൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന്
വെളിയിൽ കൊണ്ടുപോയി വിട്ടു. Verse 16, but he lingered. So the men seized him and his wife and his 2 daughters by the hand, and the Lord being merciful to him, they brought him forth and set him outside the city. നഗരത്തിന് വെളിയിലേക്ക് അവനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ട്. എന്തിനു വേണ്ടിയിട്ടാ? അവൻ്റെ വസ്തുവകളൊക്കെ നശിച്ച് ഇവൻ നശിച്ച് നാരായണക്കല്ല് പിടിക്കട്ടെ അങ്ങനെ വിചാരിച്ചിട്ടല്ല. ഇവനും ആ പട്ടണത്തോടുകൂടെ വെന്ത് നശിച്ച് നാമാവശേഷമാകാതിരിക്കാൻ ഈ ദൂതന്മാർ കരുണ തോന്നി അവനെ പിടിച്ച് പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന് വിട്ടു. 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അവരെ പുറത്ത് കൊണ്ടുവന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞ് നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് നശിക്കും. Lest you will be consumed. അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് നശിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൂതന്മാരെ സ്വർഗസ്ഥനായ പിതാവ് ലോത്തിന്റെ വീട് അന്വേഷിച്ച് ലോത്തിന്റെ വീടിന് മുമ്പിലേക്ക് വിട്ടതും, രാത്രി മുഴുവൻ ലോത്തിന് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചതും, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ലോത്തിനെ കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന് വിട്ടതും, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മനസ്സിൽ ഈ പട്ടണത്തിൻ്റെ മേൽ അഗ്നിയും ഗന്ധകവും ഇറങ്ങി ഈ പട്ടണം വെന്ത് വെണ്ണീറാകുന്ന ആ നിമിഷം സ്വർഗസ്ഥനായ പിതാവിൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ആ വെന്ത് വെണ്ണീറാകുന്ന സമയത്ത് ഈ ലോത്തും കുടുംബവും ആ തീയിൽ അഗ്നിയിൽ കടന്ന് വെന്ത് വെണ്ണീറാകുന്ന ആ നിമിഷം പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ആ വെന്ത് വെണ്ണീറാകുന്ന ആ നാശക്കൂമ്പാരമാകുന്ന ആ മഹാവിനാശത്തിൻ്റെ ആ മണിക്കൂറിൽ പെടാതിരിക്കാൻ വേണ്ടി സ്വർഗസ്ഥനായ പിതാവിൻ്റെ ചിന്തയാണ് ഈ ദൂതന്മാർ ഈ വീട്ടിൽ വരാനും അവർ കൈക്ക് പിടിച്ച് ഈ ലോത്തിൻ്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരാനും കാരണം. എന്നിട്ട് പറയുകയാണ്, നീ ഇവിടെ നിന്നാൽ നീ നിന്റെ കുടുംബം വെന്ത് നശിക്കും. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 24-ാമത്തെ വാക്യം, ലോത്തിനെയും കുടുംബത്തെ എല്ലാം പട്ടണത്തിന് വെളിയിലാക്കി. അതിനുശേഷം ആ പട്ടണത്തിന് മേൽ അഗ്നിയും ഗന്ധകവും വർഷിക്കപ്പെട്ടു. 27-ാമത്തെ വാക്യം, അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന സ്ഥലത്തേക്ക് ചെന്നു. അവൻ സോദോമിനും ഗൊമോറായ്ക്കും താഴ്വാര പ്രദേശങ്ങൾക്കും നേരെ നോക്കി. തീച്ചൂളയിൽ നിന്നെന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക പൊങ്ങുന്നത് കണ്ടു. തീച്ചൂളയിൽ നിന്നെന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക പൊങ്ങുന്നത് കണ്ടു. Verse 28, he looked down at Sodom and Gomorrah and the whole valley and saw smoke rising from the land like smoke from a huge furnace. ഒരു വലിയ തീച്ചൂളയിൽ നിന്നെന്ന പോലെ ആ പട്ടണങ്ങൾ മുഴുവനും വെന്ത് ആ കത്തി പുക ഉയരുന്നതാണ് കണ്ടത്. ഈ ഒരു നിമിഷം സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിലുണ്ടായിരുന്നത് കൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് ദൂതന്മാരെ അയച്ച് ലോത്തിനെ വിളിക്കുകയാണ്, ലോത്തെ നീ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നീ വെന്ത് നശിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം. ആ പ്രളയകാലം വരുന്നതിന് മുമ്പ് ദൈവം നോഹയുടെ അടുത്തേക്ക് ദൈവം വന്ന് നോഹയോട് പറഞ്ഞു, പെട്ടകമുണ്ടാക്കുക, നീയും നിന്റെ കുടുംബാംഗങ്ങളെ അതിനകത്ത് പ്രവേശിപ്പിക്കുക, രക്ഷപ്പെടുക. ആ പ്രളയത്തിൻ്റെ മഹാദുരിതം ഓർത്തപ്പോൾ ദൈവം ആദ്യം നോഹയെ ഓർത്തു. ഈ സൊദോം ഗൊമോറ താഴ്വാരങ്ങളെ അഗ്നിഗന്ധം ഇറങ്ങി നശിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവം ആദ്യം അവിടെ ഉണ്ടായിരുന്ന നീതിമാനായ ലോത്തിനെ ഓർത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? യേശുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്, നീതിമാന്മാരെ ഓർത്തല്ല യേശുവിനെ വിട്ടത്. നീതിമാന്മാരെ ഓർത്തല്ല യേശുവിനെ വിട്ടത്. പാപികളായ നമ്മൾ നരകത്തീയിൽ വെന്ത് നശിക്കുന്ന നിമിഷം സ്വർഗസ്ഥനായ പിതാവ് കണ്ടു. പാപിയായ ഞാൻ നരകത്തിൽ വീഴുന്ന ആ നിമിഷം കണ്ട സ്വർഗസ്ഥനായ പിതാവ് ഞാൻ ആ നിമിഷത്തിൽ നിവദിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി മുന്നേ കൂട്ടി ദൈവപുത്രനെ വിട്ട് യേശുവിനെ വിട്ട് എന്നെ വിളിക്കുകയാണ്. വാ
വാ, നീ ഇങ്ങനെ പോയാൽ നരകത്തീയിൽ വെന്ത് നശിക്കും. മകനെ പുറപ്പെടുക, നീ മുന്നോട്ട് പോകരുത്, ഈ റൂട്ട്, ഇവിടെയുള്ള താമസം, ഈ രീതി, ഇത് നന്നല്ല, നീ പുറപ്പെടുക, അല്ലെങ്കിൽ നീ നരകത്തീയിൽ വെന്ത് നശിക്കും എന്ന് മുന്നറിയിപ്പ് തന്ന് എന്നെ വിളിക്കാൻ മഹാഭാവിയായ എൻ്റെ അരികിലേക്ക് സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം യേശുവിനെ അയച്ചു. അതല്ലേ യേശു ഈ ഭൂമിയിൽ വന്നതിൻ്റെ അർത്ഥം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യത്തിലെ അവസാന ഭാഗത്ത് യേശു ആ കാര്യം വെളിപ്പെടുത്തുകയല്ല. നീതിമാന്മാരെ അല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. ഐ കെയിം നോട്ട് ടു കോൾ ദ റൈച്ചിയസ് ബട്ട് ദ സിന്നേഴ്സ്. പാപിയായ എന്നെ വിളിക്കാൻ എൻ്റെ യേശു വന്നു. എന്താ മക്കളെ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇതാണ്: ഞാൻ നരകത്തീയിൽ വെന്ത് നശിക്കുന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് മുന്നിൽ കണ്ടു. അത് സംഭവിക്കുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഒരു സ്നേഹ സമ്മാനം, ദൈവപുത്രനെ യേശുവിനെ വിട്ടിട്ട് നിങ്ങൾ ഈ യേശുവിൽ വിശ്വസിക്കുക, നിന്റെ ആത്മാവ് രക്ഷ പ്രാപിക്കും എന്ന് അരുളി ചെയ്തു. ഈ ഒരു ദൂത് മനസ്സിലാക്കിയ ഒരു പാപി രക്ഷപ്പെട്ടതിനെ കുറിച്ച് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നത് മുമ്പ് ഒരു നാൾ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവന്നതാണ്. എൻ്റെ ബേബി പാലക്കാട് രൂപത മൈലമ്പള്ളി ഇടവകയിൽ നിന്ന് വരും. പാലക്കാട് രൂപതയിലെ മൈലമ്പള്ളി ഇടവകയിൽ നിന്നാണ് ബേബി ചേട്ടൻ. ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ 9-ാം തീയതി 5 ദിവസം താമസിച്ചുള്ള ധ്യാനത്തിന് ഇവിടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ വേണ്ടത്ര ഒരുക്കങ്ങളോ ഒന്നുമില്ലാതെയാണ് ഇവിടെ വന്നത്. ഞാൻ 26 വർഷമായിട്ട് ഒരു മദ്യത്തിന് അടിമയായിരുന്നു. 26 വർഷമായി മദ്യപാനം, മദ്യാസക്തി ഇതിനൊക്കെ അടിമയായിരുന്നു. അതുകൊണ്ട് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയും എൻ്റെ അപ്പോൾ ഒരു മദ്യപാനത്തിന് അടിമ അത്ര ഇഷ്ടത്തോടെ വന്നൊന്നുമല്ല, എന്നാൽ വീട്ടുകാരെല്ലാവരും കൂടെ കൂടി സ്നേഹിച്ച് നിർബന്ധിച്ച് അങ്ങനെ ഇവിടെ എത്തിച്ചതാണ്. എൻ്റെ ഇളയ സഹോദരി സിസ്റ്ററാണ്. അവൾ ബുക്ക് ചെയ്തിട്ടാണ് ധ്യാനം ശരിയാക്കിയത്. ധ്യാനത്തിന് പോരുന്ന സമയത്ത് തന്നെ എനിക്ക് പോരാൻ പറ്റുന്നില്ല. പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ഞാൻ ഇങ്ങനെ പോകണ്ടയോ എന്ന് ആലോചിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് അതൊക്കെ പിശാചിൻ്റെ പരീക്ഷണമാണ്, ചേട്ടൻ പോകാതിരിക്കരുത്. പിശാചിൻ്റെ തട്ടിപ്പ്, അതിങ്ങനെ വരും. ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥനയൊക്കെ നിൽക്കുമ്പോഴേ അപ്പോൾ വരും. ഞായറാഴ്ച കുർബാനയ്ക്ക് വരും, അപ്പോൾ ഇറങ്ങും പിശാചിൻ്റെ തട്ടിപ്പ്. അത് തട്ടിപ്പിൽ പെടാതെ സൂക്ഷിക്കണം നമ്മൾ. ഇപ്പോൾ ഈ വെബ് ലൈവ് തന്നെ കൂടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പലർക്കും തട്ടിപ്പുണ്ടായി. ഇന്ന് അത്യാവശ്യം ഒരു കാര്യത്തിന് പോകണം, ഇന്ന് അത്യാവശ്യം ഒരു ഓഫീസിൽ പോകണം, ഇന്ന് അത്യാവശ്യം ഒരു കാര്യത്തിന് ഷോപ്പിങ്ങിന് പോകണം. തട്ടിപ്പ് വരും. പിശാചിൻ്റെ തട്ടിപ്പ് ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കാതിരിക്കാൻ ഉണ്ടാകും. ഈ സഹോദരൻ അങ്ങനെ തട്ടിപ്പ് വന്നു. ഞാനായിട്ട് എന്തിനാ പോകണം, വേറെ എത്ര പേരുണ്ട്, അവർ പോകട്ടെ, പക്ഷേ ഞാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ സിസ്റ്റർ, ദൈവകൃപയുള്ള സിസ്റ്റർ പറഞ്ഞു അല്ല പോണം, അപ്പം ഞാൻ ബുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന്. ഞാൻ ബസ്സിൽ കയറി പോരുന്ന വഴിയിലും എനിക്ക് പിന്നെയും പ്രലോഭനങ്ങൾ. ഞാൻ എന്തെന്നറിയില്ല, ഞാൻ കരഞ്ഞു ബസ്സിലിരുന്ന് പോകണ്ടതിനെ കുറിച്ച്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വികാരിയച്ഛൻ്റെ ഓർമ്മ വന്നു. ഫോണെടുത്ത് വികാരിയച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, വേച്ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പഴയ വികാരിയച്ഛന്മാരെയും വിളിച്ചു. എല്ലാവരും എനിക്ക് ധൈര്യം തന്നു. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ അറിയാതെ കരഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകാശവലയം എന്നെ വലയം ചെയ്യുന്നതായിട്ടും, ദൈവമേ, ഈ ധ്യാനത്തിന് 3-ാം ദിവസം എല്ലാവരും കൂടി യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്തുതികളുടെ ആരവങ്ങളുടെ സമയത്ത്, സ്തുതിപ്പ് ദൈവസന്നിധിയിലേക്ക് ഉയർന്ന സമയത്ത് ഒരു പ്രകാശ വലയം വന്ന് ബേബി ചേട്ടനെ അങ്ങോട്ട് പുതപ്പിക്കുന്നതായി, അങ്ങോട്ട് വലയത്തിൽ മൂടുന്നതായി അനുഭവം ഉണ്ടായി. മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരക്കുന്നതായിട്ടും അനുഭവപ്പെട്ടു. ആ സമയത്ത് മഞ്ഞ് പെയ്യും പോലെ, ശരീരത്തിൽ മഞ്ഞ് കണങ്ങൾ പതിയും പോലെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ കൈ കൊണ്ട് തൂത്ത് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. നോക്കുമ്പോൾ ഞാൻ വെളിയിലല്ല, ഈ ധ്യാനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണമെന്ന് തോന്നി. അത് വിചാരിച്ച് വെളിയിലെങ്ങാനും മഞ്ഞ് കൊണ്ട് നിൽക്കുകയാണോ തോന്നി. അതേമാതിരി മഞ്ഞ് വന്ന് വീഴുന്ന അനുഭവം ഉണ്ടായി. ആ സമയത്ത് സ്റ്റേജിൽ നിന്ന് അച്ഛൻ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രകാശവലയം കാണുന്നതായിട്ടും മുല്ലപ്പൂവിൻ്റെ ഗന്ധം അനുഭവിക്കുന്നതായിട്ട് ഒരു വ്യക്തിക്ക് അനുഭവം കൊടുക്കുന്നു, കാണുന്നുണ്ട്, അവരെല്ലാം കൈപൊക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത്രയും ഭാവിയായ എൻ്റെ മേൽ ഇത്ര കരുണ പെട്ടെന്നുണ്ടാകുമോ എന്നുള്ള ഒരു എൻ്റെ വിശ്വാസക്കുറവ് കൂടി ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണ വിശ്വസിക്കും. ഞാൻ തമ്പുരാനോട് ഇപ്പം മാപ്പ് ചോദിക്കുന്നു. അതുകൊണ്ട് ഞാൻ അന്ന് കൈപൊക്കിയില്ല. അതിനുശേഷം ഞാൻ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. അതോടുകൂടെ ആ ഒരു അനുഭവം നൽകിയതോട് ഈശോ 26 വർഷം ജീവിതത്തെ ഒരു ബാധ പോലെ അലട്ടിയിരുന്ന മദ്യപിശാചിനെ അങ്ങോട്ട് ആട്ടിപ്പായിച്ച്, എന്നിട്ട് വിശുദ്ധി കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞ് വിശുദ്ധിയുടെ ഒരു കൃപ അങ്ങോട്ട് നൽകി. പിന്നെ മദ്യപിക്കാൻ തോന്നുന്നില്ല.
അതിനുശേഷം ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. പിന്നെ എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അത് വിശുദ്ധിയുടെ ആഗ്രഹം അന്ന് മദ്യത്തോട് എങ്ങനെ ഉണ്ടായിരുന്ന അതിനേക്കാൾ 10 ഇരട്ടിയായിട്ട് വിശുദ്ധ കുർബാനയോട്. യേശുവേ, ഇത് ഞാൻ ആദ്യം കേൾക്കുകയാണ്. പണ്ട് ഈ കുടിക്കണം എന്ന് ആഗ്രഹമല്ലേ, അതിനേക്കാൾ അനേക ഇരട്ടിയായി ഇപ്പോൾ പള്ളിയിൽ പോകണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, കുർബാനയിൽ പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, വചനം കേൾക്കണം. ദേവാലയ കർമ്മങ്ങളോടും വിശുദ്ധ കൂദാശകളോടും ഒരു വലിയ ദാഹം കർത്താവ് നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീണ്ട 26 വർഷം, 1/4 നൂറ്റാണ്ടിലധികം പിശാച് തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി ചങ്ങലക്കിട്ടിരുന്ന പാപത്തടങ്കലിൽ അടച്ചിരുന്ന ഈ ഒരു ആത്മാവ് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നരകത്തിയിൽ വെന്ത് നശിക്കാതിരിക്കാൻ നമ്മെ വിളിക്കാൻ വേണ്ടി അയച്ച ദൈവപുത്രനായ യേശു ആ നാമത്തെ അറിഞ്ഞു. ആ രാത്രി ആ സായാഹ്നത്തിൽ യേശുവേ, ഈ പാപിയായ എന്നെ രക്ഷിക്കണമേ എന്ന് കരഞ്ഞ് നിലവിളിച്ചു. അദ്ദേഹത്തിൻ്റെ മേൽ വലിയ ദൈവകൃപ വ്യാപരിച്ചു. നിത്യനാശത്തിൽ നിന്ന് കർത്താവ് ഇടപെട്ട് രക്ഷിച്ചതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിവരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ഒരുപക്ഷെ ഇതെനിക്ക് താല്പര്യമില്ല, ഞാനത് അംഗീകരിക്കുന്നില്ല, എനിക്കിതിൽ വിശ്വാസമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കാം. മകനെ, മകളെ, ഒരു പക്ഷേ നിന്നെ വിളിക്കാൻ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ഭവനത്തിൽ നിന്നെ സന്ദർശിക്കുന്ന അവസാനത്തെ ചാൻസ് ആയിരിക്കാം ഇത്. കർത്താവ് നിങ്ങളുടെ അരികിലുള്ള ആ കൃപയുടെ സമയത്തെ നിസ്സാരവൽക്കരിക്കരുത്. മകനെ, മകളെ, ഈ സമയം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കാൻ ഒന്ന് മനസ്സ് വെക്കുമോ? യേശുവിങ്കൽ വാ, നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ. വരുമ്പോൾ നീ എന്തുകൊണ്ടു വന്നു, ഇനി പോകുമ്പോൾ നീ എന്തുകൊണ്ടു പോകും, എങ്ങനെ നീ ഈ ലോകത്തിൽ വന്നു, ഇനി എങ്ങനെ ഈ ലോകം വിട്ടു പോകും. വാ, നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ. യേശുവേ, കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി ഒരുമിച്ച് വിളിക്കുന്നു, ഹൃദയം നുറുങ്ങി വിളിക്കുന്നു, രക്ഷയുടെ നാമം വിളിക്കുന്നു. പാപവും പാപത്തിന്റെ ആധിപത്യങ്ങളും തകരുന്നു.